ഹായ് ഗൈസ്, നമുക്കിന്നൊരു പൂള ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലുള്ള ഇറച്ചി വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താക്കുക, അതിനെ ചെമ്പിലേക്ക് മാറ്റി നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെമ്പിലേക്ക് ഇട്ടതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ഇടണം. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇടും, അതുകൊണ്ട് മുളക് പൊടി കുറച്ചിട്ടാൽ മതിയാവും. കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി കേട്ടത്, കുരുമുളക് പൊടി ഇട്ട് ഉപ്പ്, നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. പിന്നെ ജീരകം, ചെറിയ ജീരകം കേട്ടോ, ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് ഇറച്ചി മസാല, ബീഫ് മസാല കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ എന്തായി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈയിട്ട് നന്നായി കുഴച്ച് മിക്സാക്കി എടുക്കണേ. ശേഷം ഞാനിത് അടുപ്പത്ത് വെച്ചാൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് തോനെ വെള്ളം വേണം, എന്നാലേ ഇത് വെന്ത് വറ്റുള്ളൂ. വേകാനുള്ള വെള്ളം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് അടുപ്പത്ത് വെച്ച് 2-3 മണിക്കൂർ, എന്നാലേ ഇത് നന്നായി എല്ലൊക്കെ വെന്ത് നമുക്കതിനെ കറുമുറൂന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതായത് ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ അതിലേക്ക് ഞാൻ പച്ചക്കായ് ഒരു 4 എണ്ണം മുറിച്ചിടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കുക. ഞങ്ങൾ പച്ചക്കായ്, അതുപോലെ കൂർക്കൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും, കാച്ചിൽ, അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ട് വെക്കലുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമില്ല, പച്ചക്കായ ഉള്ളതിനെ കൊണ്ട് അത് അതിൽ ഇറച്ചിയിലേക്ക് ഇട്ട് രണ്ടും ഒന്നുകൂടെ നന്നായി വെന്ത് വരട്ടെ കേട്ടോ. ഏകദേശം വെന്ത് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടി തേങ്ങ ചിരവിയത്, 1 കഷ്ണം തേങ്ങ, ഒരു 10-15 ചെറിയുള്ളി, പിന്നെ വലിയ ജീരകം, ഒരു 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒക്കെ ഇട്ട് ഉണ്ടാക്കി ഇതിനെ ഒന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് പൂള നന്നായിട്ട് കഴുകി നീണ്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇറച്ചി വേവിച്ച് വെച്ചതിലേക്ക് ഉണ്ടാക്കി അരപ്പ് ഒഴിച്ച് നന്നായിട്ട് നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴത്തെ പൂള അപ്പത്ത് വേകുന്നുണ്ട് കേട്ടോ. പൂള ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താക്കുക, ഇതിന് നന്നായിട്ട് കായും തേങ്ങയും ഇറച്ചിയും എല്ലാം കൂടെ ഇട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് എന്താ ചെയ്യുക, കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പ നല്ലോണം വേഗം എന്നാലേ നല്ലോണം എന്താക്കാൻ പറ്റും, ഉടഞ്ഞ് റെഡി ആവുള്ളൂ. അതുള്ള എല്ലാ കപ്പയും നമ്മളതിലേക്ക് നന്നായിട്ട് ഇട്ട് ഇളക്കി യോജിപ്പിക്കണേ. നന്നായി കുത്തി ഉടക്കണം, എന്നാലേ അതിൻ്റെ ആ കറി ഇങ്ങനെ കോരി തിന്നുമ്പോൾ അതിൻ്റെ രസം കിട്ടണമെങ്കിൽ എന്താണ്, കപ്പ നന്നായിട്ട് വെന്ത് ഉടയണം. നമുക്കിതിൽ മൊത്തമായിട്ട് മിക്സ് ചെയ്യാം. ഉണ്ടോ, നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്തുനിന്നും കൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിന് ടേസ്റ്റ് കൂടും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ, മിക്സ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് നമുക്ക് എന്തെടുക്കണം, കറിവേപ്പില, മല്ലിച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. മടുത്തപ്പോൾ അതൊന്നുമില്ല, അതുകൊണ്ടതൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതാ സംഭവം റെഡി ആയിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് അടിക്കുക, ഫോളോ ചെയ്യുക.